നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് ഒരുപാട് പോട്ട് നിറച്ച് നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ പ്രോ ടിപ്സ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് എടുത്തതിന് ശേഷം ഒരു മദർ പ്ലാന്റിൽ കൂടുതൽ എന്താ പറയുക ഈ ഒരു ബർക്കിൻ പ്ലാന്റ് തിങ്ങി നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ കട്ടിങ്സ് നട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് കൂടുതലായിട്ട് ബേബി പ്ലാന്റ് തിങ്ങി നിറഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പോട്ടി മിക്സ് നിറച്ചിട്ട് നടുന്നത്, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇലകളിൽ നമുക്ക് കുറച്ച് പ്രഷർ കൊടുത്ത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ കട്ടായി പോകും എന്നുള്ളതാണ്. നമ്മൾ കാണുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഫാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഒരു തണ്ട് ഭാഗം ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ് ഒടിഞ്ഞു പോകുന്നത് ഈ സമയത്താണെന്നൊക്കെ വരുന്ന സമയത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയൊരു ബ്രഷോ അല്ലെങ്കിൽ നൈലോൺ ബ്രഷുകൾ പുതിയത് സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടും. കുറച്ചധികം പ്ലാന്റുകളൊക്കെ ഇൻഡോർ ഉള്ളവരാണെങ്കിൽ ഒരു ബ്രഷ് മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ ലീഫുകൾ നമ്മളൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഡസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ ഈ ഒരു പ്ലാന്റ് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് അതിൻ്റെ ഇല നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫിലോഡെൻഡ്രോൺ ഫാമിലിയിൽപ്പെട്ട ഈ ഒരു ബർക്കിൻ പ്ലാന്റ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കുക. കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ അതിൻ്റെ വേരിൽ ഒരു സൂത്രപ്പണി ചെയ്ത് കൊടുത്താൽ എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിൽ കൂടുതൽ ബേബി പ്ലാന്റ് വരിക എന്നുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവർ കാണുക കേട്ടോ. അപ്പം അത് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടവരായിരിക്കും എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, കാണാത്തവർ കാണുക. നെക്സ്റ്റായിട്ട് ഇതേപോലെ നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒട്ടനവധി വേരുകൾ വരുന്ന ഓരോ നോഡൊന്നും നമുക്ക് വേരുകൾ വരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഇതൊക്കെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റിൻ്റെ ലോക്കായി കിടക്കുന്ന ഇലകളൊക്കെ ആദ്യം ഒന്ന് മാറ്റുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പോട്ട് ഇതൊന്ന് എടുത്ത് മാറ്റണം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ആ ഒരു വേരുകളൊക്കെ നമ്മൾ ആ ഒരു മണ്ണിലേക്ക് ഇറങ്ങി ചെറുതായി പോയ വേരുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം ഇതേപോലെ കൂടുതൽ ബേബി പ്ലാന്റുകൾ ഒരു പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വലിച്ചു പറിച്ച് പൊട്ടിച്ചൊക്കെ എടുത്താൽ ഇതിൻ്റെ വേരുകളൊക്കെ പൊട്ടിപ്പോവുകയും പെട്ടെന്ന് പിന്നെ ആ ഒരു പ്ലാന്റ് പെട്ടെന്ന് വളർന്നു വരാത്തൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ കൈവച്ചൊന്ന് ലോക്ക് ചെയ്യുക മുകളത്തെ ആ ഒരു പോട്ടി മിക്സ്. അതിനുശേഷം നമുക്ക് തല കീഴാക്കി പിടിച്ചതിന് ശേഷം മെല്ലെ ഒരു പോട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് വലിച്ചൂരിയെടുക്കാം. ഓവർ വാട്ടറിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഈ ഒരു പ്ലാന്റ് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഓവർ വാട്ടറിങ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അടിഭാഗത്ത് കുറച്ച് കണ്ടോ നമുക്ക് ആ ഒരു കറുപ്പ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ അതിലേക്ക് വീഴുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ വെള്ളം ഓവറായിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വേരുകൾ മണ്ണിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ, ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നമുക്ക് മെല്ലെ എടുത്ത് അങ്ങോട്ട് ആ ഒരു മണ്ണിന്ന് ഇളക്കിയെടുത്ത് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വലിച്ചു പറിച്ചെടുക്കുന്ന സമയത്ത് ആ വേരുകളും അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫൊക്കെ കട്ടായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഇലകൾ പെട്ടെന്ന് കട്ടായി പോകും. അപ്പോൾ ഒരു വികൃതമായ ഒരു ചെടിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം നമ്മളത് ഇളക്കിയെടുക്കാൻ. അപ്പോൾ നിലത്തൊക്കെ ഒന്ന് വെച്ചിട്ട് ആ വേരുകളൊക്കെ ഒന്ന് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ വേര് അതിലേക്കും അതിൻ്റെ വേര് ഇതിലേക്കും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ആകെ ചൊറഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുത്തിട്ട് 1-2 വേര് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ വേര് മെല്ലെ കട്ട് ചെയ്യാതെ ഇളക്കിയെടുക്കാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കട്ട് ചെയ്യാതെ ഞാൻ മെല്ലെ ഇതേപോലെ കണ്ടോ വേരുകൾ നിലത്ത് വെക്കുക. അതിനുശേഷം മെല്ലെ ഈ പിണഞ്ഞ് കിടക്കുന്ന വേരുകൾ അല്ലെങ്കിൽ കൂടി ഇങ്ങനെ മിക്സായി കിടക്കുന്ന വേരുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കണ്ടോ മെല്ലെ ഇങ്ങ് വലിച്ചെടുത്താൽ നമുക്ക് ഈ ഒരു മദർ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ ചെറിയൊരു മുകളാണ് വരുന്നത്, അതിൽ നിന്നാണ് ഈ ഒരു വലിയൊരു പ്ലാന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ പൊട്ടിച്ചാൽ തന്നെ ഇതും കൊണ്ട് പൊട്ടി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചേമ്പിൻ്റെ വിത്തൊക്കെ പൊട്ടുന്ന പോലെ നമുക്ക് പൊട്ടിക്കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആക്കിയിട്ട് ഇനി നടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം.
ഇത് നമ്മൾ നട്ടതിന് ശേഷം നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്തായിട്ട് വെക്കുക കേട്ടോ. എങ്കിലാണ് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഈ ഒരു അതിൻ്റെ വേരിൽ നിന്ന് പുതിയ പുതിയ വേരുകൾ നിറച്ച് വരികയും എന്നിട്ടാണ് നമുക്ക് നല്ല പ്ലാന്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ പോട്ട് മിക്സ് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. പകുതി ഭാഗത്തേക്ക് നമുക്ക് സാധാരണ ടോപ്പ് സോയിൽ എടുക്കാം. ബാക്കി കാൽ ഭാഗത്തേക്ക് ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണൽ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുകൾ വരെ വന്നിട്ടുള്ള ആ ഒരു വേരുണ്ടാവും. ആ വേരൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് മെല്ലെ വെച്ച് കൊടുത്ത് അത് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈർക്കൾ വെച്ച് നമ്മൾ മണ്ണിലേക്ക് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ വേരുകളും മണ്ണിൻ്റെ അടിയിലാക്കി കൊടുത്താൽ പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് വലുതായി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ച് സ്ഥലം നമ്മൾ ഇതേപോലെ മണ്ണ് ഫുള്ളായിട്ട് നിറയ്ക്കാതെ കുറച്ച് സ്ഥലം നമ്മൾ പോട്ടിൽ ഒഴിവാക്കിയിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലി എംറ്റി ആക്കി ഇടണം. ഇനി വരുന്ന വേരുകളൊക്കെ നമുക്ക് ആ മണ്ണിലേക്ക് വെച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ച് പോട്ട് മിക്സ് ഇട്ട് കൊടുത്താലാണ് ഇനി വരുന്ന സമയങ്ങളിൽ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ, ഇവിടെ താഴെയുള്ള ഇല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വേരുണ്ട്. അപ്പോൾ ഈ വേരൊക്കെ അടിയിലേക്ക്, അവിടെ അടിയത്തെ ഇല പൊട്ടി കണ്ടോ. നമ്മൾ ശ്രദ്ധയില്ലാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്, ഇതിൻ്റെ ഇലകൾ വേഗം പൊട്ടിപ്പോകുന്നു. നമ്മൾ ആ വേരെടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അടുത്ത സമയത്ത് അടുത്ത ഇല പൊട്ടുന്നതും ഞാൻ കാണിച്ചു തരാം. അത് ഇതിലുണ്ടോയെന്നറിയില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടോ, നമ്മൾ ഇതേപോലെ കണ്ടോ പൊട്ടി, ഇതൊന്ന് മടക്കി പൊട്ടി. ഇതാ പറയുന്നത് പെട്ടെന്ന് ഇതിൻ്റെ ഇലകൾ പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പ്ലാന്റുമായിട്ട് അടുത്തിടപഴകാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊട്ടിപ്പോയാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ചെടി വികൃതമായി പോകും. ഇനി നമുക്ക് ഇതിന്ന് പ്രൂൺ ചെയ്തിട്ട് എങ്ങനെയാണ് കൂടുതൽ പ്ലാന്റ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മളിത് കണ്ടോ, അതേപോലെ വേരുകൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ നോഡിന്നും നമുക്ക് ഓരോ വേര് വെച്ചിട്ടാണ് വരുന്നത്. ഈ ഒരു വേരിൽ നിന്ന് ഒരുപാട് വേരുകൾ പിന്നീട് ഉണ്ടായിക്കോളും. അപ്പോൾ നമ്മൾ 2, 3, 4 വേരുകളുള്ള ഒരു ഭാഗം വെച്ചിട്ട് ഒരു 4 ഇല മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് 4, 5 ഇലകൾ വേണം. അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റിൻ്റെയാണ് നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്തെടുക്കേണ്ടത്. അതേപോലെ തന്നെ ഏറ്റവും അടിഭാഗത്ത് വെച്ച് മുറിക്കരുത്. അങ്ങനെ വന്നാലും നമുക്ക് മറ്റേ പ്ലാന്റിൽ നിന്ന് കുറേ ബേബി പ്ലാന്റ് വരില്ല. അപ്പോൾ ഇതുപോലെ 2, 3, 4 ഇലകളുള്ള ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് നോക്കി വെക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ ലീഫുകളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടായി പോവാതെ ഒരു നന്നായിട്ടൊരു സൈലൻറ്റ് മൂഡിൽ നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം, പ്രൂൺ ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മളിത് 2 പീസാക്കി എടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് അതിന് കൊടുക്കേണ്ട കെയർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കട്ട് ചെയ്തെടുത്ത പീസ് അതിൻ്റെ കെയറിങ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിച്ചാലാണ് നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ കത്തി വെച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇതേപോലെ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കുറച്ച് വേരുകൾ ഞാൻ മോൾ ഭാഗത്തേക്കുള്ള ഒരു പീസിൽ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് 3-4-5 വേരുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നടുന്ന സമയത്ത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ വേരുകൾ മണ്ണ് വരണ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ. ഇവിടെ കണ്ടോ, നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പം അതിൻ്റെ ആ ഒരു സ്റ്റെമ്മെന്ന് കണ്ടോ ചെറിയ മുകുളങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ ഓരോ ആ ഒരു തണ്ടിൻ്റെ സൈഡ് ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതൽ മുകുളങ്ങൾ വരികയും ഇതൊക്കെ ഓരോ പ്ലാന്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തിങ്ങി നിറഞ്ഞൊരു പ്ലാന്റിൽ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വലിയൊരു ചെടിയൊക്കെ ആയതിനു ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ പ്രൂൺ ചെയ്തെടുത്ത പീസും നമുക്ക് മണ്ണിൽ നട്ട് വളർത്താവുന്നതാണ്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വേരൊക്കെ നമുക്ക് മുകളിലേക്ക് പൊന്തിച്ച് വെക്കാതെ അത്രത്തോളം വേര് എവിടെ വരെ വന്നിട്ടുണ്ടോ ആ ഒരു ഭാഗമൊക്കെ മണ്ണിൻ്റെ അടിയിലാവുന്ന രീതിയിൽ നിങ്ങൾ മണ്ണിട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്താനായിട്ട്. ഇതിൻ്റെ ഇലയിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും നട്ടതിന് ശേഷം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടിക്ക് അധികം ക്ഷീണമൊന്നും സംഭവിക്കില്ല. അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ ബേണായി പോകും, അല്ലെങ്കിൽ കളർ വ്യത്യാസമൊക്കെ വരും. നമുക്ക് ഏകദേശം 1 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഈ ഒരു പ്ലാന്റിൽ വേര് പിടിച്ച് വരും. എന്നിട്ട് നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ നമുക്കൊരു ഇൻഡോർ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ജനലിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡോറിൽ എവിടെയാണോ വെക്കാൻ താല്പര്യമുള്ളത് അവിടെ നമുക്ക് ബാൽക്കണിയിലൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി പ്രോ ടിപ്സ് ഇനി അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നട്ടതിന് ശേഷം നമുക്ക് 19 ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് 10 ലിറ്റർ വെള്ളം ആ കണക്കിലാണ്
ആരോ കമൻറ്റ് എഴുതി ചോദിച്ചിരുന്നു 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ പറ്റില്ല, 10 ലിറ്റർ വെള്ളം. അപ്പോൾ 1 സ്പൂൺ നിങ്ങൾക്ക് 1 ലിറ്ററിലേക്കാണെങ്കിൽ 10ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ചെറിയൊരു പിഞ്ച് അത്രയേ വേണ്ടുള്ളൂ, അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാം. ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്തു കൊടുത്താൽ മതി. ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചുവട്ടിൽ കുറച്ച് നമുക്ക് ഒഴിച്ചും കൊടുക്കാം. ഓക്കെ, അപ്പം ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളൊക്കെ അലുത്തു പോകാനും അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കുക. പിന്നെ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് തന്നെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്. നല്ലൊരു വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.